ഇനി വയനാട്ടിലേക്കാണ്. ഒരു വ്യത്യസ്തമായ പ്രതിഷേധം ഇന്നിവിടെ നടന്നു. അത് ഒരു ജനകീയ വിഷയത്തിൽ തന്നെയാണ്. വയനാട്ടിൽ ഇന്ധനക്ഷാമം മൂലം KSRTC ബസ് സർവീസുകൾ നിർത്തിയതിനെതിരെയായിരുന്നു ആ പ്രതിഷേധം. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ KSRTCക്കായി KSU പിച്ചതണ്ടൽ സമരമാണ് നടത്തിയത്. സുജിത് അയ്യപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട് ജില്ലയിൽ വലിയ ഇന്ധനക്ഷാമമാണ് KSRTCയിൽ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും സർവീസ് തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും കൽപ്പറ്റ ഡിപ്പോയിലാണ് വലിയ പ്രതിസന്ധി നേരിടുന്നത്. 20ഓളം സർവീസുകൾ മൊത്തം മുടക്കേണ്ടി വന്നു. മാത്രമല്ല മാനന്തവാടിയിലും ബത്തേരിയിലും സമാനമായ സ്ഥിതിയുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഇതുവരെയും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. പല സർവീസുകളും രാവിലെ മുതൽ മുടങ്ങുന്ന അവസ്ഥയുണ്ട്. ഈ സാഹചര്യത്തിലാണ് KSUവിന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുന്നത്. ആ സമരം പിച്ചതണ്ടൽ സമരം എന്നുള്ള പേരിലാണ് അവർ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം KSRTCക്ക് ഈ പണം പിരിച്ചു നൽകും എന്നുള്ളതാണ് പറയുന്നത്. ഒരു ചട്ടിയും എടുത്തുകൊണ്ട് അവരിങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ സൂചകമായി തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയാണ്. അതായത് നിരവധി സർവീസുകൾ മുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഇങ്ങനെ സമരത്തിലേക്ക് പോകാനുള്ള കാരണം? ഈ വയനാട്, പ്രത്യേകിച്ച് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് ആണ്. നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, നമുക്കറിയാം വലിയ ദുരന്തം നടന്ന ചൂരൽമല മേഖലയിലും അതുപോലെ തന്നെ സുഗന്ധഗിരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വയനാട്ടിൽ മറ്റൊരു ആശ്രയമില്ല. KSRTC മാത്രമാണ് അവർക്കൊരു യാത്രാ ആശ്രയം എന്ന് പറയുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഡീസൽ തീർന്നുപോയി എന്നൊരു കാരണം കൊണ്ട് KSRTC സർവീസുകൾ പല സർവീസുകളും നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടത്. അത് മറ്റുള്ള ജില്ലകളെ പോലെയല്ല. വയനാട് പോലുള്ള ജില്ലയെ അത് വളരെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കും. കാരണം രാവിലെ ജോലിക്ക് വന്ന ആളുകൾ വൈകുന്നേരം അവർ സ്ഥിരമായി പോകുന്ന ബസ്സില്ല, അല്ലെങ്കിൽ ഡീസൽ ഇല്ല എന്നതിന്റെ പേരിൽ ആ ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വയനാട് പോലുള്ള ജില്ലയിലൊക്കെ സംഭവിക്കുന്നത് തികച്ചും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രയാസത്തിലാണ് KSRTC ഉള്ളതെങ്കിൽ അതിന് വേണ്ട പൈസ ഞങ്ങൾ കേരള വിദ്യാർത്ഥി യൂണിയൻ ജില്ലയിൽ പല പ്രദേശത്തും വരുന്ന ദിവസങ്ങൾ പിരിച്ചുകൊണ്ട് ഇത്തരത്തിൽ പിച്ച തെണ്ടിക്കൊണ്ടാണെങ്കിലും ഞങ്ങൾ KSRTCക്ക് അയച്ചു കൊടുക്കുന്നതാണ്. ഉടനെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. വയനാട് ജില്ലയിലേക്ക് ഡീസൽ എത്തുന്നത് കർണാടകയിൽ നിന്നാണ്. കർണാടകയിൽ നിന്ന് എത്തുന്ന ഡീസൽ അത് ടാക്സുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് പ്രതികൂലമായി ബാധിച്ചത്. വയനാട് ജില്ലയിൽ മാത്രമാണ് KSRTCയിൽ ഈ ഒരു പ്രശ്നം ബാധിച്ചിരിക്കുന്നത്. ഇതിന് പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് ഈ മന്ത്രിയുടെ ഓഫീസ് അടക്കം ഇടപെട്ടുകൊണ്ട് അത്തരത്തിൽ പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ സർവീസ് പുനരാരംഭിക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യമുണ്ട്. പല സർവീസുകളും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെയാണ് ഒരു പ്രതിഷേധവുമായി, ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി KSU മുന്നോട്ട് വന്നിട്ടുള്ളത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.